ഹായ്, എല്ലാവർക്കും നമസ്കാരം. നെടുമങ്ങാട് കൊലക്കേസ് ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നിപ്പം ഈ കൊലപാതകയുടെ അമ്മ, അതായത് അഷ്കറിൻ്റെ മാതാവ്, ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം ഇവരെയാണ് ശരിക്കും അടിക്കേണ്ടത്. ഇവരുടെ മോന്തയ്ക്ക് അടിക്കണം. ഈ മകനെ ഈ കോലത്തിലാക്കി ഈ തള്ളയാണ്. എന്നിട്ട് ഇപ്പോൾ ഇവർ വന്ന് ന്യായീകരിക്കുകയാണ്. ഇവരുടെ ചാനലിൻ്റെ മുന്നിലേക്ക് വന്നിരുന്ന് മെഴുകുകയാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവനെ എന്താ ചെയ്യാൻ തോന്നുന്നത് എനിക്കറിയത്തില്ല. തള്ളെ നിങ്ങൾ ഒരൊറ്റ വരുത്തിയാണ് ഇവൻ ഈ കോലത്തിലാക്കിയത്, ഇവനെ ഇങ്ങനെ ആക്കിയത്. പിന്നെ നിങ്ങൾ ഇവിടെ ഈ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് മെഴുകാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൊണയടിക്കാൻ വരുന്നോ? അപ്പോൾ നിങ്ങളുടെ മകൻ പിന്നെ ചെയ്ത് തെറ്റൊന്നുമല്ല. ആ 1.5 വയസ്സായ പാവം പെങ്കൊച്ച്, ആ കുട്ടി, ആൺകുട്ടി എന്ത് ചെയ്തു? പെങ്കൊച്ച് കൂടെ ആൺകുട്ടി. അതിന് തിരിച്ചറിയാനുള്ള പ്രായമുണ്ടോ? നിങ്ങളുടെ മകനും ആ കൊച്ചിൻ്റെ അമ്മയും, അതായത് നിങ്ങളുടെ മകൻ്റെ കാമുകി, ഇവർ തമ്മിലുള്ള ഈ ഡിങ്കോഡാഫി കളിക്ക് ആ കൊച്ചെന്ത് ഉത്തരവാദി? അതിനെന്തറിയാം? 1.5 വയസ്സുള്ള കൊച്ചിന് എന്തറിയാം? അതിനെ കൊല്ല ചെയ്യണോ? 91 മുറിവുകൾ, ഏറ്റവും മുറിവുകളെങ്ങാണ്ട് അതിൻ്റെ ശരീരത്തുണ്ട്. ആദ്യം 51 പറഞ്ഞു, പിന്നെ 91 മനസ്സിലായില്ലേ? നിങ്ങൾ കൊണയടിക്കാൻ നിൽക്കരുതേ. എന്നിട്ട് നിങ്ങളുടെ മകനൊന്നും അറിയത്തില്ലെന്ന്. നമുക്ക് ആ ന്യൂസിൽ നിന്ന് കേൾക്കാം. അവ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെയാണ് ഈ തള്ള പറയുന്നത്. ഇവരെയാണ് ആദ്യം അടിക്കരുത്, മനസ്സിലായില്ലേ? അവൻ്റെ കഴുത്തൊക്കെ ആരോ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്, നാട്ടുകാർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെന്താ അവന് ചെയ്യേണ്ടത്? പൂ ഇട്ടിട്ട് പൂജിക്കണോ? നാറിയ പരിപാടി കാണിച്ചിട്ട്. ബാക്കിയും കൂടി കേൾക്കാം. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പിന്നെ എന്തിനാണ് നിങ്ങളുടെ മകൻ അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ മകന് പോക്കൃത്തരം പെണ്ണുങ്ങളുടെ പുറകെ നടക്കണമെന്നുണ്ട്, അത് നടന്നാൽ പോരെ. ആ പാവം കൊച്ചിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് കൊണയടിക്കാൻ നിൽക്കരുത് തള്ളേ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവനെ മര്യാദയ്ക്ക് നിർത്തേണ്ടിയിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അവൻ തല്ലും. പിന്നെ നിങ്ങളെങ്ങനെ അവനെ മര്യാദയ്ക്ക് നിർത്തുന്നു? നിങ്ങളെങ്ങനെ അവനെ മര്യാദയ്ക്ക് നിർത്തുക? അവനെ ഇങ്ങനെയുള്ളവരെയൊക്കെ വീട്ടിൽ അവനെയൊക്കെ പുറത്താക്കുക. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സ്ഥാനമില്ലെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. വെറുതെ 1.5 വയസ്സെ കൊച്ചിനെ അവൻ കൊല്ലുക, പിന്നെ വേറെ ആരെയും കൊല്ലുക, അവൻ്റെ പിന്നെ പ്രയോഗം കൊല്ലുക. അത് നിങ്ങളാണോ പിന്നെ കൊച്ചിനെ കൊന്നത്? അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്. എന്ത് ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത്? അടുത്തത് അവർ നിങ്ങളുടെ മകൻ കൊച്ചാ? ആ 1.5 വയസ്സായ കൊച്ചിനെ കൊന്ന നിങ്ങളുടെ മകൻ കൊച്ചാ? കൂടുതൽ വർത്തമാനം പറയരുത് നിങ്ങൾ. അതിൻ്റെ ജനനേന്ദ്രിയം വരെ അവൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതൽ വർത്തമാനം കൊണയടിക്കാൻ നിൽക്കരുത്. പിന്നെ അവനെ നിങ്ങളിങ്ങനെ പൂവിട്ട് പൂജിക്കുക. എല്ലാവർക്കും അവരുടെ മകൻ വലുതാണ്, മനസ്സിലായല്ലോ. പക്ഷേ ഈ പോക്കൃത്തിന് കൂട്ടു നിൽക്കുന്ന അവരെ, നിങ്ങളെ അന്ന് അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടുകാർ അടിച്ചു കൊന്നിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? നിങ്ങളെന്നിട്ട് കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കുന്നത് എന്തത്? പിന്നെ അതിന് സത്യമില്ലാതെ
നിങ്ങളുടെ മകൻ അനുഭവിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മകൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അവൻ ചെയ്തത് തന്നെയാണ്. പിന്നെ സത്യമുണ്ടോ സത്യം ഇല്ലയോ എന്ന് പറയേണ്ട അതിൽ ആ വർത്തമാനം പറയേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ മകൻ തന്നെ ചെയ്തതാണ്, അല്ല വേറെ ആരുമല്ല. പിന്നെ പിന്നെ ആകുമ്പോൾ അവൾ പോകത്തില്ല. പിന്നെ എങ്ങനെയാണ് പോകുന്നത്? പോകാതിരിക്കുകയില്ല. കാരണം വെച്ചാൽ പോകാൻ തോന്നണ്ടേ. ഇവർ രണ്ടും ലൈംഗിക സുഖത്തിന് വന്ന് ഇവിടെ താമസിക്കുകയാണ്, വേറെ ഒന്നിനും അല്ല. ഇതിൽ ഒരു നായിൻ്റെ മോളുണ്ട്, ഇവൻ്റെ പെങ്ങള്. അവളാണ് ഇവരെ കൂട്ടി ഇണക്കിയിട്ട് ഈ കോലത്തിൽ ഇങ്ങനെ വിട്ടത്. മനസ്സിലായല്ലോ? ഇതെങ്ങനെ പറയാതിരിക്കുക? നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളുടെ മകൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇത് നുണയാണ് എന്നൊക്കെ പറയുന്നു. കൊച്ചിൻ്റെ വാരിയിൽ ചവിട്ടി എടുത്ത് പൊട്ടുണ്ടെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു. ഇത് നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം പോലീസ് പൊക്കിയിട്ടും നിങ്ങൾക്ക് വിശ്വാസമില്ല. മകൻ പിന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? അടുത്തത് ആ കുട്ടിയെ കണ്ടെടുത്തോളം അവളൊന്നല്ല. അതുകൊണ്ടാണ് ആ പിഞ്ചു കുഞ്ഞിനെ അവളും നിങ്ങളുടെ മകനും കൂടി ചേർന്ന് കൊന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് നാറിയ വർത്താനം ഈ വരുന്നത് ഇവർ ലൈവിൽ വന്നിട്ട് പറയുന്നത്? എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത്? അവൻ പിന്നെ ചെയ്തില്ലെങ്കിലോ? ചെയ്യാതെ എങ്ങനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുമോ? നാട്ടുകാരെല്ലാവരും അവനെ പെരുമാറുന്നല്ലോ. മനസ്സിലായല്ലോ? ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു മനുഷ്യനെ പിടിച്ചടിക്കുക. നിങ്ങളുടെ മകൻ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതാവും. മനസ്സിലായല്ലോ? പക്ഷെ അവൻ കൊടും ക്രിമിനലാണെന്നുള്ള എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? കാരണം ഇവനൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവനൊക്കെ പുഴുത്ത് ഇവനൊക്കെ മരിക്കും. ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ചാനലിൻ്റെ മുന്നിൽ. അവൻ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ആരാ ചെയ്യുന്നത്? തെളിവുകളടക്കമുണ്ട്. മനസ്സിലായില്ലേ? ആ കൊച്ചിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ മറവും ചെയ്തു. അത് വിഷയമില്ല. ഓക്കെ, അത് വിഷയം കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ജൂൺ 5-ാം തീയതി നിങ്ങൾ ചാനലിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചിലക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ മകൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതാരാ നിങ്ങൾ ഈ പൊട്ടം കളിപ്പിക്കുന്നത്? മനുഷ്യന്മാരെയാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം നിങ്ങളുടെ മകൻ ചെയ്തതെന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യം നടക്കത്തില്ല. മനസ്സിലായോ? നിങ്ങളെന്തിനാ ഈ മകനെ എങ്ങനെ വെളുപ്പിക്കേണ്ട കാര്യം എന്താ? തെറ്റ് ചെയ്തവനെ കൈ ഒഴുകുക തന്നെ. പോലീസിനും വേണ്ട, ആർക്കും വേണ്ട. അവനെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കുക. അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക. എൻ്റെ മോൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്ന് കഴിഞ്ഞ് നിങ്ങളാണ് വഷളാകുന്നത്. മനസ്സിലായല്ലോ? ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങളെ ഇങ്ങനെ ഒരുപാട് മെഴുകാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? നിങ്ങൾ ഈ പറഞ്ഞ മാതിരിക്ക് പിന്നെ നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കത് വലുതല്ല. മനസ്സിലായല്ലോ? നിങ്ങളെന്താ ഇങ്ങനെ വന്നിട്ട് മെഴുകുന്നത്? അവനൊക്കെ ഉണ്ടല്ലോ ശരിക്കും കൈ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ പെരുമാറി വിടും. മനസ്സിലായില്ലേ? അന്ന് തന്നെ നാട്ടുകാരുടെ അടുത്ത് നല്ല പെരുക്ക് അവന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ വന്ന് മെഴുകുകയാണ്. അവനെ ചെയ്തിട്ടില്ല. പിന്നെ ആരാ ചെയ്യുന്നത്? ഇവൻ്റെ ആദ്യ ഭാര്യ സജിനേനെ
സജിന എന്ന് തോന്നുന്ന പെൺകുട്ടിയുടെ പേര് 21-22 വയസ്സുള്ളൂ. അതിനെ അടിച്ച് തലയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കോമ സ്റ്റേജിലാക്കി. അത് നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഇപ്പോൾ അതിനെ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. എന്തിനാണ് ഈ മഹാഭാവമൊക്കെ ചെയ്യുന്നത്? നാറി, ഈ പരനാറി. ചില്ലറ സൂക്കടൊന്നുമല്ല അവൻ്റെ സൂക്കട്. ഇപ്പം വെറും ക്രിമിനലാന്നുള്ള അറിയാം. എന്നിട്ട് അതിന് സംസാരിക്കാൻ പോലും അറിയില്ല. അതിൻ്റെ അവസ്ഥ കാണാതിരിക്കുക നല്ലത്. കരഞ്ഞു പോവും. മനസ്സിലായില്ലേ? എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ട് തരാം. നിങ്ങൾ കണ്ടു നോക്ക്. അതിൻ്റെ ഈ ലോകത്തിലുള്ള ജനങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എത്ര ആൾക്കാർ വിമർശിച്ചു, എത്ര യൂട്യൂബുകാർ, എത്ര ന്യൂസ് ചാനലുകാർ, എല്ലാവരും നിങ്ങളുടെ മകനെ പറ്റിയോ നിങ്ങളുടെ മകൻ്റെ ഒപ്പം വന്ന് ഇവളെ പറ്റിയ ആരും നല്ല അഭിപ്രായം ഒന്നും പറയുന്നില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊച്ചിനടുത്ത് ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ 2 കൈ ഒടിഞ്ഞ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അത് വീണതാണ്, സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് പറയുന്നത്. നാണം ഉണ്ടോ പറയാൻ? സ്വന്തം കൊച്ചിനെ ഈ നരാധമൻ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് നോക്കി നിന്ന നായിൻ്റെ മോളാണ് അവൾ. എന്നിട്ട് അവൾ പറയുക അത് കൊച്ച് വീണതാ, സൈക്കിളിൽ നിന്ന് വീണതാന്ന്. ഇവൻ നല്ലോണം കൈകാര്യം ചെയ്തതാണ്. അവനെ ഇതിനെ ടെറസിൻ്റെ മുകളിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ. അതൊക്കെ അവിടെ നാട്ടുകാർ, സാക്ഷികൾ കണ്ടവർ പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ നിങ്ങളെങ്ങനെ പറയുന്നു? ഇതൊന്നും മുന്നോട്ട് പോകുന്ന കാര്യമൊന്നുമില്ല. ഇതൊന്നും എത്ര നിലനിൽക്കത്തില്ല. നാളെ നിങ്ങളും പിടിക്കപ്പെടും. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിർത്തുന്നു. ഓക്കെ, ബൈ.